ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് രഞ്ജിത്ത്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്, നമ്മൾ ഓരോ വീഡിയോയിലും ഓരോ പോയിൻ്റാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് നല്ലൊരു ട്രെൻഡ് കണ്ടെത്താം. അപ്പോൾ ചില സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവും, ചില സ്റ്റോക്കുകൾ കണ്ടിന്യൂ അപ് ട്രെൻഡിൽ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അല്ലേ. ഈ അപ് ട്രെൻഡ് മോഡലായിരിക്കും. അതായത് ആദ്യം കയറി പിന്നെ ഇറങ്ങി, പിന്നെ ആദ്യത്തെ കയറ്റത്തെക്കാട്ടിലും കുറച്ചും കൂടി പൊങ്ങും, പിന്നെ ഇറങ്ങും, പിന്നെ ഇതിനേക്കാട്ടിലും വീണ്ടും കുറച്ച് കയറ്റം, ഇങ്ങനെയായിരിക്കും. അതായത് ഹയർ ടു ഹയർ എന്നാണ് പറയുക, ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും നമ്മൾ അപ് ട്രെൻഡ് എന്ന് പറയുന്നത്. ഇതെങ്ങനെ കണ്ടെത്താം? ഈ അപ് ട്രെൻഡ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ദിവസം 2 ദിവസമൊക്കെ കണ്ടിന്യൂ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കും. മറ്റുള്ള മാതിരി ബ്രേക്ക്ഔട്ടിന് ശേഷം രണ്ട് മൂന്ന് ക്യാൻഡലിൽ ഒരു 10 പോയിന്റ് കിട്ടുന്ന പോലെ അല്ലാതെ ഇതൊക്കെ ചിലപ്പോൾ റിലയൻസിൻ്റെ ഒക്കെ കഴിഞ്ഞ 2 മാസം മുമ്പ് 1850 ആ റേഞ്ചിൽ നിന്ന് 1900 തോന്നുന്നു, ആ റേഞ്ചിൽ നിന്ന് നേരെ 2300 വരയ്ക്ക് 2100 വരയ്ക്ക് കണ്ടിന്യൂ ഈ അപ് ട്രെൻഡിൽ തന്നെയാണ് കയറിപ്പോയത്, ഒരൊറ്റ പോക്ക്. അപ്പോൾ ഇത്തരത്തിലുള്ള അപ് ട്രെൻഡിന് മുമ്പ് കറക്റ്റായിട്ട് എൻട്രി എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ അപ് ട്രെൻഡ്, ഈ ട്രെൻഡ് നമുക്ക് എങ്ങനെ, ട്രെൻഡിന് മുമ്പേ നമ്മൾ കണ്ടെത്തണമല്ലോ. അപ്പോൾ അതെങ്ങനെ കണ്ടെത്താമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോണത്. അപ്പോൾ അതിന് കണ്ടെത്തുന്നതിന് മുമ്പ് നമ്മൾ 4 സ്റ്റേജ് മനസ്സിലാക്കിയിരിക്കണം. ആദ്യം ഈ അപ് ട്രെൻഡ് നടക്കുന്നതിൻ്റെ മുമ്പ് അതിന് നമ്മൾ അക്യുമുലേഷൻ എന്നാണ് പറയുക. അക്യുമുലേഷനിൽ ഏകദേശം ഒരു അപ്പ് ആൻഡ് ഡൗൺ ഇല്ല, ഏകദേശം ഒരേ അളവിൽ ഇങ്ങനെ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കും. അതിനുശേഷമാണ് ഈ അപ് ട്രെൻഡ് നടക്കാനുള്ള സാധ്യത. അപ്പോൾ നമുക്കത് ഗ്രാഫിലൂടെ കണ്ടാലാണ് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഈ അപ് ട്രെൻഡ് കണ്ടുപിടിക്കുന്നതിന് നമ്മൾ 4 സ്റ്റേജ് അറിയേണ്ടതായിട്ടുണ്ട്. അതായത് അക്യുമുലേഷൻ, അതുപോലെ തന്നെ അപ് ട്രെൻഡ്, ഡിസ്ട്രിബ്യൂഷൻ, ഡൗൺ ട്രെൻഡ്. അപ് ട്രെൻഡ് പോലെ തന്നെ നമുക്ക് ഡൗൺ ട്രെൻഡ് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ട്രെൻഡ് അറിയുന്നതിന് മുമ്പ് നമ്മൾ സ്റ്റോക്ക് എടുത്തിട്ട് വീണ്ടും ഡൗൺ ട്രെൻഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വെച്ചാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും, നല്ല ലോസിലേക്ക് പോകാനാണ് ചാൻസ്. കാരണം എന്താ വെച്ചാൽ അപ് ട്രെൻഡ് ഇപ്പോൾ 100-150 പോയിന്റ് 2 ദിവസത്തിനുള്ളിൽ കയറുന്ന പോലെ തന്നെയാണ് ഡൗൺ ട്രെൻഡും. അതും അതേപോലെ തന്നെ ഇറങ്ങി പോകാൻ ചാൻസ് ഉണ്ട്, പിന്നെ ഒരു കയറ്റം ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിത് മനസ്സിലാക്കിക്കൊണ്ട് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നഷ്ടം വരാതെ നോക്കണമല്ലോ. അപ്പോൾ ഇങ്ങനെ ഡൗൺ ട്രെൻഡിന് മുമ്പ് നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ അത് പണി കിട്ടും. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലൂടെ എങ്ങനെയാണ് അപ് ട്രെൻഡിന് മുമ്പ് ഒരു നല്ലൊരു എൻട്രി എടുക്കുക, അതുപോലെ തന്നെ ഡൗൺ ട്രെൻഡിന് മുമ്പ് ഡൗൺ ട്രെൻഡ് എങ്ങനെ നമുക്ക് കണ്ട് മനസ്സിലാക്കാം, അതെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ ചാർട്ടിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ചാർട്ടിൽ പോയി നോക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ഈ ഒരു പിക്ചർ കണ്ട് ഒരു ഐഡിയ മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ ഈ പിക്ചറിലാണ് നമ്മൾ അപ് ട്രെൻഡിന് മുമ്പും പിൻപും ആയിട്ടുള്ള സ്റ്റേജുകൾ വിവരിച്ചിരിക്കുന്നത്. നമ്മൾ തുടക്കത്തിൽ അക്യുമുലേഷൻ ഉണ്ട്, അത് കഴിഞ്ഞാൽ ഒരു മാർക്കറ്റ് അപ്പാണ്, അത് കഴിഞ്ഞ് മുകളിൽ പോയിട്ട് ഒരു ഡിസ്ട്രിബ്യൂഷനാണ് അതിനെ പറയുക. അതിനുശേഷം മാർക്കറ്റ് ഡൗൺ ആണ്, വീണ്ടും അക്യുമുലേഷൻ. ഈ ലെവലിലാണ് മാർക്കറ്റിൻ്റെ ചില സാഹചര്യങ്ങളിൽ ഈ ഒരു ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ അക്യുമുലേഷന് മുമ്പ് നോർമലി ഒരു സെല്ലിംഗ് സ്റ്റേജ് ആയിരിക്കും ഉണ്ടാവുക. അതിനുശേഷം മാർക്കറ്റ് ഒരേ ലെവലിൽ അപ്പ് ഡൗൺ ആയി പോയിക്കൊണ്ടിരിക്കും. അതായത് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏകദേശം ഒരേ ലൈൻ തന്നെ കംപ്ലീറ്റ് ആയി പോയിക്കൊണ്ടിരിക്കും. ഈ സമയത്ത് നമുക്ക് ഇൻട്രാഡേ എല്ലാം ചെയ്യാൻ കറക്റ്റ് പൊസിഷനായിരിക്കും. അപ്പോൾ ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞ് സപ്പോർട്ട് എടുത്ത് വീണ്ടും കയറി പോകുമ്പോൾ ഈ ഒരു സമയത്ത് അതിൻ്റെ അടുത്ത റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു ബ്രേക്ക് ചെയ്ത സമയത്ത് നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ അതൊരു അപ് ട്രെൻഡ് ആവാനാണ് ചാൻസ് കൂടുതൽ. ആ അപ് ട്രെൻഡ് എന്ന് പറയുന്നത് ഇപ്പോൾ മുകളിലേക്ക് പോയി പിന്നെ ചെറുതായൊന്ന് ഇറങ്ങി, നിങ്ങൾ കണ്ടില്ലേ, വീണ്ടും അടുത്ത ഒരു ഹൈ ലെവൽ, അതായത് നേരത്തെ ഹൈനെക്കാട്ടിലും കൂടുതൽ വലിയൊരു ഹൈ ആണ് ഇപ്പോൾ അടുത്തത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം വീണ്ടും ഒരു ഡിസ്ട്രിബ്യൂഷൻ എടുത്തു, പിന്നെയും വീണ്ടും മുകളിൽ നമ്മുടെ അക്യുമുലേഷൻ പോലെ തന്നെയാണ് മുകളിൽ പോയിട്ട് വീണ്ടും അതേപോലെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒരേ അളവിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം വീണ്ടും അതിൻ്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് ചൂട്ടിലേക്ക് ഇറങ്ങില്ലേ, ഈ ഒരു സമയമാണ് നമ്മൾ എക്സിറ്റ് ആവേണ്ടത്. അത് നമ്മൾ അങ്ങനെ പിന്മാറുകയാണെങ്കിൽ നമുക്ക് ആ ടോട്ടലായിട്ടുള്ള ഒരു ഡൗൺ ട്രെൻഡ് തന്നെ എക്സിറ്റ് ആവാൻ പറ്റും. ഡൗൺ ട്രെൻഡും അതേപോലെ തന്നെയാണ് ലോവർ ലോ ആണ് ക്രിയേറ്റ് ചെയ്ത് പോവാം. അതായത് ആദ്യം ഒരു ചെറിയ ലോ ആയിരിക്കും, പിന്നെ അതിനെക്കാട്ടിലും വലിയ ലോയിലേക്ക് പോവും, അങ്ങനെ ഉണ്ടാവുകയാണ് ചെയ്യുക. അതിനുശേഷം വീണ്ടും അക്യുമുലേഷൻ ആയിരിക്കും ഉണ്ടാവുക. ഈ പിക്ചർ കണ്ടിട്ട് നമുക്ക് ഗ്രാഫ് കാണുമ്പോൾ കുറച്ചും കൂടി ഒരു ഐഡിയ മനസ്സിലാവും. അതിനാണ് ഞാനിത് പറഞ്ഞു തന്നത്. നമുക്കിനി എന്തായാലും ഗ്രാഫിൽ പോയിട്ട് ഡയറക്റ്റ് നോക്കാം. നമുക്ക് ഈ ഒരു ഗ്രാഫിലൂടെ ഡയറക്റ്റ് കണ്ട് മനസ്സിലാക്കാം. ഇതിൽ ഈ ഒരു സ്റ്റേജ് ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ എന്താ പറയുക, ഈ ഒരു സ്റ്റേജിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇത് നമുക്ക് ഒന്നും ഫിക്സ് ആയിട്ട് പറയാൻ പറ്റില്ല. ഒരു അപ് ട്രെൻഡും അല്ല ഡൗൺ ട്രെൻഡും അല്ല, മാർക്കറ്റ് ഏകദേശം ഒരു സൈഡ് വേവിൽ പോയിക്കൊണ്ടിരിക്കുന്നവരും നമുക്ക് കാണാൻ കഴിയണം. അതിനുശേഷം എനിക്ക് പറയാനുള്ളത്, മാർക്കറ്റ് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തു അല്ലേ,
ഇതിൻ്റെ ഈ ഒരു ഹൈ നമ്മൾ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. ബ്രേക്ക് ചെയ്ത് പോകുമ്പോൾ ഈ ഒരു പൊസിഷനിൽ നമ്മൾ എൻട്രി എടുക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ അടുത്തത് ഞാൻ പറയുന്ന പോലെ ഹയർ ടു ഹയർ ലെവലിലാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. ഏകദേശം മാർക്കറ്റ് ആദ്യം ഈ ഭാഗത്തേക്ക് പോയി അതിനുശേഷം അവിടുന്ന് ചോട്ടിലേക്ക് വന്ന് വീണ്ടും മുകളിലേക്ക് പോയി അതിനേക്കാട്ടിലും കുറച്ചും കൂടി ഹൈ ക്രിയേറ്റ് ചെയ്തു. വീണ്ടും അതിനുശേഷം വീണ്ടും ചോട്ടിലേക്ക് ഇറങ്ങി വീണ്ടും അതിനേക്കാട്ടിലും കുറച്ചും കൂടിയും ഹൈ ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ മാർക്കറ്റ് പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡൗൺ ആവുന്നുണ്ട്, പക്ഷേ ഹൈ ക്രിയേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇത്തരത്തിലുള്ള പൊസിഷനാണ് നമ്മൾ അപ് ട്രെൻഡ് എന്ന് പറയുന്നത്. ഇത് പെട്ടെന്ന് അവസാനിക്കില്ല. ഏകദേശം 1919 തുടങ്ങി ഏകദേശം ഇനിയും അവസാനിച്ചിട്ടില്ല, പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ എത്തിയപ്പോൾ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പണാണ് അടുത്ത ദിവസം. അങ്ങനെ ഇതുവരയ്ക്ക് പോയി അല്ലേ. ഇതുവരയ്ക്ക് പോയതിന് ശേഷം നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഈ അപ് ട്രെൻഡ് കഴിഞ്ഞു. അപ് ട്രെൻഡിന് ശേഷം ഇനി അടുത്തത് നമ്മൾ ഇവിടെ വേറെ എന്താ നടക്കാൻ പോണത്? ഈ ഒരു ഭാഗത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു മുകളിൽ പോയിട്ട് ഡിസ്ട്രിബ്യൂഷനാണ്. അതായത് ഇനിയൊരു നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ലെവലിൽ ഒരേ അളവിൽ മാർക്കറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് എടുത്ത് മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അതിനുശേഷം മാർക്കറ്റിന് എന്തുണ്ടായി? അതിനുശേഷം മാർക്കറ്റ് ഈ പഴയ ഒരു ഹൈ ബ്രേക്ക് ചെയ്യാൻ പോവാണ്. അതായത് ഈ ഒരു സപ്പോർട്ട് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പോവാണ്. ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തതിന് ശേഷം മാർക്കറ്റ് പിന്നെ ഡൗൺ ട്രെൻഡ് അടിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. മാർക്കറ്റ് പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡൗൺ അടിച്ചു. അതിനുശേഷം വീണ്ടും ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം അതിലും ചോട്ടിലൊരു ഡൗൺ അടിച്ചു. പിന്നെ വീണ്ടും ഇത് റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കാൻ തുടങ്ങി അല്ലേ. പിന്നെ അതിനുശേഷം വീണ്ടും ഇതൊരു നോർമൽ സൈഡ് വേവിലേക്ക് മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ഇത്തിരി മുമ്പ് ഗ്രാഫിലൂടെ കണ്ട് മനസ്സിലാക്കിയത്. അത് സംഭവം നോർമൽ സ്റ്റേജിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റിയ കറക്റ്റ് അപ് ട്രെൻഡിന് മുമ്പ് എൻട്രി എടുക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ നമുക്ക് എന്ത് വേണം? പഴയ ആ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്തിരിക്കണം. ഓക്കെ, ചിലപ്പോൾ നമുക്കിത് വലിയ അപ് ട്രെൻഡ് കിട്ടാൻ ചാൻസ് ഉണ്ടാവില്ല, എങ്കിലും നമുക്ക് ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്ന കാരണം അത്യാവശ്യം മൂവ്മെൻറ്റ് കിട്ടും. പക്ഷേ ചിലപ്പോൾ അതൊരു നല്ലൊരു അപ് ട്രെൻഡ് ആണെങ്കിൽ ഈ ലെവലിലാണ് അതിൻ്റെ മൂവ്മെൻറ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തായാലും പിന്നെ വെയിറ്റ് ചെയ്യുക. തരക്കേടില്ലാത്തൊരു മൂവ്മെൻ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഇതാണ് നമ്മൾ ചുരുക്കി നോക്കുകയാണെങ്കിൽ അക്യുമുലേഷൻ, അപ് ട്രെൻഡ്, ഡിസ്ട്രിബ്യൂഷൻ, ഡൗൺ ട്രെൻഡ്. നോർമലായിട്ട് സാധാരണ ഒരു ഡൗൺ ട്രെൻഡിന് മുമ്പ് മുകളിൽ പോയിട്ട് ഇതേ രീതിയിലൊരു സൈഡ് വേവ് നമുക്ക് കാണാവുന്നതാണ്. അതിനുശേഷം ചിലപ്പോൾ എന്തുണ്ടാവും അറിയോ? ചിലപ്പോൾ ഈ ഒരു ലെവലിൽ നിന്ന്, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരു ലെവലിൽ നിന്ന് ബ്രേക്ക് ചെയ്യാതെ തന്നെ ചിലപ്പോൾ ഈ ഒരു ലെവലിൽ ബ്രേക്ക് ചെയ്യാതെ ഏകദേശം തിരിച്ച് കയറാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ലെവലിൽ അങ്ങനെ പോയിട്ട് വീണ്ടും അടുത്ത അപ് ട്രെൻഡ് അടിച്ചുകൊണ്ടിരിക്കും. ഒരു ഹയർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ബ്രേക്ക് ചെയ്ത് ചോട്ടിലേക്ക് പോയാൽ മാത്രം നമുക്ക് എക്സിറ്റ് ആവാം. അതല്ലാത്ത പക്ഷം ചിലപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂഷനിലേക്ക് വന്നതിന് ശേഷം വീണ്ടും തിരിച്ച് കയറി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് മാർക്കറ്റിൻ്റെ ട്രെൻഡ് നമ്മൾ കാണാം. ഇനി നിങ്ങളൊരു കാര്യം ചെയ്യുക, കുറേ ഗ്രാഫ് എടുത്ത് നോക്കി ഇത്തരത്തിലുള്ള മൂവിങ് നോക്കി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഹയർ ആൻഡ് ഹൈ ലെവൽ ക്രിയേറ്റ് ചെയ്ത് പോകുന്നത് കണ്ടാൽ അതിൻ്റെ ചോട്ടിലൊരു അക്യുമുലേഷൻ നടന്നതും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷനും എല്ലാം നമുക്ക് അപ് ട്രെൻഡും ഡൗൺ ട്രെൻഡും എല്ലാം ഒന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്തരം വീഡിയോ ലഭിക്കാനായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.